ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു കിടിലൻ അരിഷ്ടം റെസിപ്പി ഉണ്ട്. നെല്ലിക്ക അരിഷ്ടത്തിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അന്നത്തെ വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക അരിഷ്ടത്തിൻ്റെ റെസിപ്പിയാണ്. അരിഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആയുർവേദിക് ഒരു ടോണിക്കാണ്. അപ്പം ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടാവും. നമുക്കൊരു വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു രീതിയായിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരുപാട് ഗുണമാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ടോണിക്ക് ആണ് ഈ നെല്ലിക്ക അരിഷ്ടം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക എടുക്കുമ്പം മൂപ്പുള്ള നെല്ലിക്ക എടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറച്ച് ബ്രൗൺ കളർ ഡോട്ട്സ് ഒക്കെ ഉള്ള നെല്ലിക്ക എടുക്കണം. ഈ അരിഷ്ടത്തിലേക്ക് നമുക്ക് ഇങ്ങനത്തെ നെല്ലിക്കയാണ് വേണ്ടത്. മൂക്കാത്ത നെല്ലിക്ക എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗള് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിൽ വെള്ളമൊന്നും ഒട്ടുണ്ടാവാൻ പാടില്ല. മാക്സിമം നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളയണം. എന്നിട്ട് വേണം നമ്മൾ അരിഷ്ടം ഉണ്ടാക്കാൻ കേട്ടോ. വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരും. ഇത് കുറച്ച് നമ്മൾക്ക് എടുത്ത് വെക്കാനുള്ളതാണ്, പെട്ടെന്ന് റെഡി ആവുന്നില്ലല്ലോ. കുറച്ച് കാലം നമുക്ക് എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂപ്പൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നെല്ലിക്കയിലെയും അതുപോലെ അതിട്ട് വയ്ക്കുന്ന ജാറിൻ്റെയും വെള്ളം കളയണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഓരോ നെല്ലിക്ക എടുത്തിട്ട് ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മളിനി എത്ര തുടച്ചെടുത്ത് കഴിഞ്ഞാലും അതിൽ കുറച്ചൊരു ഈർപ്പം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂർ പുറത്തും വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു വട്ടം തുടച്ചു ഒരു ടിഷ്യൂവിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് പരത്തി വയ്ക്കുവാണ്. അപ്പം പ്ലേറ്റ് ആദ്യം ഒന്ന് തുടച്ചെടുക്കുവാണ്. അപ്പോൾ മാക്സിമം അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം നെല്ലിക്കയിലെയും അതുപോലെ നമ്മൾ ഇട്ട് വെക്കുന്ന ജാറിലെയും വെള്ളം മാക്സിമം വൈപ്പ് ചെയ്ത് കളയണം. ഏറ്റവും ബെസ്റ്റ് ജാറൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം മാത്രമേ പുറത്ത് വയ്ക്കുന്നുള്ളൂ. ഒരുപാട് നേരം വെയിലത്ത് വെച്ച് ഉണക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം കുറച്ച് നേരം ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്തിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ജാറും ഞാനിപ്പോൾ കഴുകി പുറത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അരിഷ്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭരണിയാണ് എടുക്കാറ് കേട്ടോ. ഭരണി ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഗ്ലാസിൻ്റെ ജാറാണുള്ളത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ ഗ്ലാസിൻ്റെ ജാറ്. ഗ്ലാസിൻ്റെ തന്നെ എടുക്കണം കേട്ടോ, പ്ലാസ്റ്റിക് പറ്റില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ 500 ഗ്രാം വരുന്ന മറയൂർ ശർക്കര എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ പകുതി മതിയാകും. അതായത് 600 ഗ്രാം നെല്ലിക്കയിലേക്ക് ഒരു 300 ഗ്രാം 350 ഗ്രാം ശർക്കര മതി കേട്ടോ. നെല്ലിക്ക എടുക്കുന്നതിൻ്റെ പകുതി മതി ശർക്കര. പിന്നെ ശർക്കരയിലൊക്കെ ഏറ്റവും നല്ലത് മറയൂർ ശർക്കര, അതുപോലെ പനഞ്ചക്കര, അതൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ മറയൂർ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്നത് നെല്ലിക്ക എടുക്കുന്നതിൻ്റെ പകുതി എമൗണ്ടാണ് നമ്മൾ ശർക്കര എടുക്കുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലത് നെല്ലിക്കയും അതുപോലെ ശർക്കരയും ഒരേ അളവിൽ എടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിപ്പം വലിയവർക്കും കഴിക്കാനുള്ളതുകൊണ്ട് ഞാനിപ്പം ഒരു വലിയൊരു പീസ് എടുക്കുന്നത് കേട്ടോ. അത്ര എടുക്കുന്നുള്ളൂ. അതായത് ഒരു 400 ഗ്രാമോളം. പിന്നെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 400 ഗ്രാമോളം എടുത്തിട്ടുണ്ടാവും. അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ ഒരു പാക്കാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 400 ഗ്രാമോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്തായിട്ട് ഈ ശർക്കര നമുക്ക് ഒന്ന് ചീവി എടുക്കണം. കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ
ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താലും മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിത് ശർക്കര മെൽട്ടാക്കി എടുക്കൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ചീവി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഇനി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കുറേ കാലം വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അഴുക്കൊക്കെ താഴെ സെറ്റിലാവും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട, ഇപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ശർക്കരയുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്, മെയിൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. രക്തക്കുറവുള്ളവർക്കൊക്കെ ശർക്കര കഴിക്കാനാണ് പറയുന്നത്. രക്തം വയ്ക്കാനൊക്കെ നല്ലതാണ് ശർക്കര. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ശർക്കര തന്നെ എടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 3 തരം ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പം ഇവിടെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കരിഞ്ജീരകം, അത് 1 ടീസ്പൂണ്. 3ഉം ഒരേ അളവിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. വല്ലാണ്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ശരിക്കുള്ള അരിഷ്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചേർക്കാനുണ്ട്. പക്ഷേ അത്രയും സംഭവങ്ങൾ, അത്രയും വേരുകളും പൂവുകളും ഒന്നും നമുക്കിപ്പം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ അരിഷ്ടത്തിൻ്റെ അതേ രുചിയിൽ, അതേ ഗുണത്തോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പോൾ അത് ചൂടാക്കി എടുത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ജീരകം 3 തരം ജീരകങ്ങൾ ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ചേർക്കാനില്ല, നമ്മൾ 1 ടീസ്പൂണിന് കുറവ് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ മെഷർമെൻറ്റിൽ എല്ലാം എടുത്തത്. അതിന് കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പം നമ്മൾ നേരത്തെ ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നെല്ലിക്കയും അതുപോലെ ജാറും ഒന്നകത്തേക്ക് എടുക്കുകയാണ് വീണ്ടും. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ടിഷ്യൂ വെച്ചിട്ട് മാക്സിമം വെള്ളം നമ്മൾ ഒഴിവാക്കണം, ജാറിലെയും അതുപോലെ നെല്ലിക്കയിലെയും. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് ഉപ്പിയെടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു റെസിപ്പി ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം എൻ്റെ ഇക്കാടെ ബ്രദറിൻ്റെ വൈഫാണ്, രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫ്. അപ്പം ഞാനും മുത്തച്ഛയായിരുന്നു കല്യാണം കഴിഞ്ഞ പാടൊക്കെ വീട്ടിലുണ്ടായിരുന്നത്. മുത്തച്ഛി ഭയങ്കര എക്സ്പേർട്ടാണ് കുക്കിങ്ങിൽ. മുത്തച്ഛൻ്റെ അടുത്തു നിന്നാണ് കുക്കിങ്ങൊക്കെ പഠിച്ചത് കേട്ടോ. അപ്പം ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പം പണ്ട് മുതലേ ഈ അരിഷ്ടമൊക്കെ മൂപ്പര് ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ ഇത്തവണ നാട്ടിലേക്ക് പോയപ്പോൾ 3 മാസം മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിഷ്ടം നമുക്ക് കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അരിഷ്ടത്തിനേക്കാളും ടേസ്റ്റും ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം. അപ്പം മുത്തച്ഛി തന്ന റെസിപ്പിയാണിത്. പിന്നെ പണ്ട് മുതലേ ഇതൊക്കെ അവിടെ വീട്ടിലുണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴാണ് അതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഭയങ്കര സിമ്പിളായിട്ട് തോന്നുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് നെല്ലിക്കാരിഷ്ടം ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഭരണിയാണെങ്കിൽ ഭരണി എടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്, കഴുകി വൃത്തിയാക്കിയത്. അതിലേക്ക് ഫസ്റ്റത്തെ ലെയറായിട്ട് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഈ ചീവി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം നെല്ലിക്ക, പിന്നെ ശർക്കര, പിന്നെ ഈ ജീരകം പൊടിച്ചിട്ടുണ്ടല്ലോ അത് കുറച്ച് മാത്രം മതി കേട്ടോ. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഒരു സ്പൈസിൻ്റെ കുത്തലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുട്ടികൾ കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി. ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഒരുപാടാകുമ്പോൾ. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വീണ്ടും ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ലെയർ വെക്കുന്നുള്ളൂ. 2 ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഭരണിയൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ഇതിലേക്ക് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ 2 വെക്കുന്നുണ്ട്, 2 ഗ്ലാസ് ബൗളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നെല്ലിക്കയുടെ പകുതി എമൗണ്ടാണ് ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് ശർക്കര മുകളിൽ സ്പ്രെഡ് ചെയ്യാനുണ്ടാവും. ഇതിപ്പം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ടോപ്പിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന കേട്ടോ ശർക്കര കൊണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഈ സ്പൈസ് മിക്സ്, ഈ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അരിഷ്ടമാണ്. ഇനി നമ്മൾ നന്നായിട്ട് അടച്ചേക്കുക. ഒട്ടും തന്നെ എയർ കിടക്കാൻ പാടില്ല, വെളിച്ചം കിടക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക കേട്ടോ. ഇനിയുണ്ട് സംഭവങ്ങൾ, അത് കെട്ടി വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ 2ാമത്തെ ബൗളിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുകയാണ്.
നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. നെല്ലിക്കയുടെ ഗുണം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ശർക്കരയാണെങ്കിൽ ഈ രക്തക്കുറവിനൊക്കെ നല്ലതാണ്. പിന്നെ ജീരകങ്ങൾ ഡൈജഷൻ ശരിയാവാനും ഒരുപാട് വേറെയും ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ പറയുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. പിന്നെ ഈ അരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് 45 ദിവസമാണ് ഇത് അടച്ചു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും ആ ഒരു മുകളിൽ തെളിഞ്ഞിട്ടുള്ള ആ വെള്ളത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം ഒരു 25 ml 30 ml ഒക്കെ ഒരു ദിവസം കുടിക്കുവാണെങ്കിൽ, കുട്ടികൾക്കും മുതിർന്നവർക്കും കുടിക്കുവാണെങ്കിൽ ഈ രക്തക്കുറവ് ഇതിനും അതുപോലെ മുടിക്കും സ്കിന്നിന് നല്ല തിളക്കം വരാനും പ്രായം തോന്നിക്കാതിരിക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വരുന്നുണ്ട് ഈ ഒരു നെല്ലിക്കാരിഷ്ടത്തിൽ. അപ്പോൾ 2 ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഈക്വലായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിന് പുറമേ ഒരു തുണി കൊണ്ട് നമ്മൾ സാധാരണ ഭരണിയൊക്കെ നമ്മൾ കെട്ടി വെക്കുമല്ലോ, അതേപോലെ ഒന്ന് കെട്ടി വയ്ക്കുക. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് നമ്മളിത് എടുത്തു വെക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത്തേട്ടോ, മൂത്തച്ചിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് എടുത്തു വെക്കണം. അപ്പം പിന്നെ അതുപോലെ ഒട്ടും തന്നെ എയർ കടക്കാൻ പാടില്ല, എന്നാലേ ആ ഒരു ഫെർമെൻറ്റേഷനൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നൊന്നും നോക്കരുത് കേട്ടോ. 45 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ, ആ അരിഷ്ടത്തിൻ്റെ പരുവത്തിൽ വരുള്ളൂ. പിന്നെ ഇത്ത പറഞ്ഞത് 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്ത എടുക്കാറെന്നാണ്. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കിപ്പം അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും 45 ദിവസം മതി, മിനിമം 45 ദിവസം മതി. അപ്പം നമ്മൾ 45 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുക, ഒട്ടും തന്നെ എയർ കടക്കാൻ പാടില്ല. ഇനി നമ്മൾ 45 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കുന്നുള്ളൂ. പിന്നെ നേരെ വെളിച്ചം തട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് എടുത്ത് വയ്ക്കുക കേട്ടോ. ഞാൻ ശരിക്കും 2 കിലോ വെച്ചിട്ട് ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഒരു ചെറിയ ജാറായിരുന്നു. ഇനി വലിയ ജാറ് കിട്ടിയിട്ട് വേണം കുറച്ചുകൂടെ ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കും വേറെയും. കാരണം അത്രയും ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു അരിഷ്ടം കൊണ്ട്. കുട്ടികൾക്ക് നമ്മൾ നെല്ലിക്ക കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്കും എളുപ്പമാണ്, പക്ഷേ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കാനും എളുപ്പമാണ്. ഒരു ടീസ്പൂണൊക്കെ ഡെയിലി കിടക്കാൻ നേരമൊക്കെ കൊടുത്താൽ മതിയാകും. ഒരുപാട് ഗുണങ്ങളുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും ഗുണമൊന്നും കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സമാധാനത്തോടെ കുട്ടികൾക്ക് കൊടുക്കാം, നമുക്കും കുടിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഭയങ്കര സിമ്പിളാണ്, ഉണ്ടാക്കാൻ മറക്കരുത്. അപ്പോൾ വെളിച്ചം നേരെ തട്ടാത്ത എപ്പോഴും നമ്മൾ തുറക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുക കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിഷ്ടം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന ശേഷം ഇപ്പോൾ ഷോപ്പിങ്ങിന് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടെ മോളിലെത്തിയ ശേഷമാണ് റൂഹിമോളുടെ സ്ട്രോളർ എടുത്തിട്ടില്ല എന്ന് ഓർത്തത്. അവളാണെങ്കിൽ കയ്യിലങ്ങനെ വല്ലാണ്ടൊന്നും ഇരിക്കില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ പിന്നെ ട്രോളി ഒന്ന് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ട് അതിലിരുത്തുവാണ്. ആദ്യമായിട്ടാണ് അതിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ, അതിലിരുന്ന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്ന ശേഷം പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്ത് പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇപ്പോൾ ഇക്കാൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ബ്രാൻഡും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ തന്നെ പോകേണ്ടി വരും. അതാ പിന്നെ നമ്മൾ ഒന്ന് ഇറങ്ങിയത് പുറത്ത്. ഇപ്പം അത്ര സേഫല്ല നമ്മൾ പുറത്തിറങ്ങുന്നതൊന്നും. അപ്പോൾ മാക്സിമം വീട്ടിലിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ബ്രാൻഡ്സൊക്കെ കിട്ടണമെങ്കിൽ, ഞാൻ വാങ്ങിക്കുന്ന ബ്രാൻഡുകളൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ പോകേണ്ടി വരും. സാധാരണ ഷോപ്പിങ്ങിന് വരുമ്പം മക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്തവണ കുറേ ആയിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങിന് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. റോസിന് ട്രോളി തള്ളാനും അതുപോലെ റീനിന് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു.
വേറെ എവിടേക്കും പോകാനൊന്നും ഇല്ലല്ലോ. പിന്നെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഇതും ഹാങ് ഓവറും മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അത് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ. നല്ലൊരു അൺബോക്സിങ് വരുന്നുണ്ട്. പിന്നെ റൂയിമോളുടെ കൽക്കണ്ടം കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു 2 പാക്ക് വാങ്ങിച്ചു. പിന്നെ ഈ നെല്ലിക്കാരിഷ്ടത്തിലേക്കുള്ള ഐറ്റംസൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പം മറയൂർ ശർക്കരയും ഒരുപാട് വെറൈറ്റി ശർക്കരകളുണ്ട്. അപ്പം ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞല്ലോ മറയൂർ ശർക്കരയാണ്, അല്ലെങ്കിൽ പനഞ്ചക്കര എടുക്കുക. പിന്നെ സൂചി ഗോതമ്പ് അല്ല നുറുക്ക് ഗോതമ്പ്, അത് റൂയിമോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ അരിഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഇവിടുന്ന് വാങ്ങിച്ചത്. നെല്ലിക്ക മൂത്തത് അധികം ഇല്ലായിരുന്നു, അപ്പോൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്തിട്ട് എടുക്കുമായിരുന്നു. പിന്നെ ബട്ടർ, ചീസ്, ഇതൊക്കെ എനിക്കിങ്ങനെ സ്റ്റോക്ക് വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സമാധാനക്കേടാണ്. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ തോന്നുക. അപ്പോൾ പിന്നെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് യൂട്യൂബിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അതൊക്കെ വാങ്ങിച്ച് വെക്കുന്നത്. പിന്നെ റൂയിമോൾക്കുള്ള വോക്കർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വോക്കറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റൂയിമോളുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് എവിടെയും നമുക്ക് ഇരുത്തി പോകാൻ പറ്റില്ല. ഞാനിപ്പോൾ കിച്ചണിലാവുമ്പോൾ അവളൊന്നും ഇരുത്തി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബെഡിൽ വെക്കുകയാണെങ്കിൽ അപ്പം ചാടും, അതുപോലെ നിലത്ത് വെക്കുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കയറും. പിന്നെ മക്കൾ രണ്ടുപേരും ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും ക്ലാസ്സിൽ ബിസിയാവും. അപ്പോൾ പിന്നെ ഇവളെ ഇങ്ങനെ പിടിച്ച് നടക്കുക എന്നല്ലാണ്ട് എവിടെ ഇരുത്തി വെക്കാൻ പറ്റുന്നില്ല അവളെ. അപ്പോൾ പിന്നെ ഒന്ന് വോക്കറിലാകുമ്പോൾ നമുക്ക് കൺമുന്നിൽ തന്നെ ഇരുത്താമല്ലോ. ഞാൻ കിച്ചണിലാണെങ്കിലും അവളവിടെ ഇരുത്താമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് വാങ്ങിക്കുവാണ്. വോക്കറിൻ്റെ താഴെ ഇങ്ങനെ മാറ്റ് ഉള്ളതാട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പം നമ്മൾക്കിപ്പം അവളെ ഇങ്ങനെ നടത്തിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അപ്പോൾ വോക്കർ വാങ്ങിച്ചത്. ഒന്ന് ജസ്റ്റ് ഇരുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കിച്ചണിലൊക്കെ ആകുമ്പോൾ ഒന്ന് ഇരുത്തി പോകാൻ വേണ്ടിയിട്ട്, ഒരു സേഫായിട്ട് ഇരുത്തി പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഇതിലാകുമ്പോൾ ഇങ്ങനെ കളിച്ചിരുന്നോളല്ലോ. അപ്പം മാറ്റ് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ടും ഇരുത്താം. ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കാണ്ടാണ് കേട്ടോ ഇരുത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അതുപോലെ തന്നെ അരിഷ്ടം റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കും വേണം. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.